സ്വാഗതം ശർമ്മജി. നമസ്കാരം. നമുക്ക് കത്തിന്ന് വന്നിരിക്കുന്നത് കൊല്ലത്ത് നിന്നാണ്. സജീവാണ് കത്ത് അയച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഡിഗ്രി കഴിഞ്ഞു, ഇനി എനിക്ക് സിനിമയിൽ പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹം. സാങ്കേതിക രംഗത്ത് പ്രവർത്തിച്ചാൽ ഉറപ്പുള്ള ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. എൻ്റെ ജാതകത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മേഖലയിൽ വിജയമുണ്ടാകുമോ എന്നാണ് സജീവ് ചോദിച്ചിരിക്കുന്നത്. കലാകാരനാണ് ശുക്രൻ എന്ന ഗ്രഹം. മീനൻ രാശിയിൽ ഉച്ചസ്ഥനാണ്, പരിപൂർണ ബലം. അതുപോലെ തന്നെ കലയെ ഒന്നും കൂടി കൊഴുപ്പിക്കുന്നതാണ് ബുധഗ്രഹം. അത് മിഥുന രാശിയിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ബുധശുക്രന്മാർ നല്ല നിലയിൽ നിൽക്കുന്ന ജാതകം വരുമ്പോൾ കല അതിൽ തന്നെ ശബ്ദകാരകനും കൂടിയാണ് ബുധൻ. ശബ്ദവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശബ്ദശാസ്ത്രം, ഇത് കൂടാതെ അഡ്വർടൈസ്മെൻറ്റ്, കാർട്ടൂൺ, ഹാസ്യം, നൃത്തഗീത വാദ്യാദികൾ, നിഴൽ വിറ്റുള്ള ജീവിതം, നിഴലാണ് സിനിമ, സീരിയൽ, സിനിമ, നാടകം, ഡോക്യുമെൻ്ററി, അഡ്വർടൈസ്മെൻറ്റ്, കാർട്ടൂൺ, ശബ്ദശാസ്ത്രം, ശബ്ദമിശ്രണം, ഇവയൊക്കെയായി ബന്ധപ്പെട്ട് ഗാനം ഒക്കെ ബന്ധപ്പെട്ട ബുധശുക്രന്മാരുടെ യോഗമാണ്. ഈ യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബാക്കി ഗ്രഹങ്ങളുടെ പവർഫുൾ ആണെങ്കിൽ മാത്രമേ സിനിമയിലും രാഷ്ട്രീയത്തിലും മറ്റുള്ള കായിക രംഗങ്ങളിലും ഒരു വ്യക്തി പരിപൂർണമായി ശോഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അതിലെയൊക്കെ താഴെ തട്ടിലുള്ള ഏതെങ്കിലും യോഗങ്ങളായിട്ട് ലഭിച്ച് ഉദിച്ചസ്തമിച്ചങ്ങ് പോകും. കുറച്ച് കാലത്തേക്കൊരു പേരും പ്രസിദ്ധിയും കുറച്ച് ധനവും ഒക്കെ ആയിട്ട് ഉറുമ്പ് ഭക്ഷിക്കുന്ന പോലെ അധികം ശോഭിക്കാൻ ഇടയില്ല. കാരണം ബാക്കി ഗ്രഹങ്ങൾ പവർഫുള്ളല്ല എന്നർത്ഥം. ഈ വക മേഖലകളിലായിരിക്കും പ്രവർത്തനം. അപ്പം ലക്ഷക്കണക്കിന് ആളുകൾ സീരിയലിലും സിനിമയിലും നാടകത്തിലും ഡോക്യുമെൻ്ററിയിലും അതുപോലെ തന്നെ ക്യാമറയിലും ഗാനത്തിലും ശബ്ദശാസ്ത്രത്തിലും ശബ്ദമിശ്രണത്തിലും അലങ്കാരങ്ങളിലും നൃത്യങ്ങളിലും ഹാസ്യങ്ങളും കാർട്ടൂണുകളിലും അഡ്വർടൈസ്മെൻറ്റുകളിലും ഒക്കെ ഉണ്ട്. എത്ര പേര് ശോഭിക്കുന്നുണ്ട്. പേരും പ്രശസ്തിയും വരുമ്പം ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ പേര് നിലനിൽക്കും. അവരതിൽ നിന്ന് ധനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തലമുറകളായിട്ട് അവർ സുഖിച്ചു പോകും. ബാക്കി ഗ്രഹങ്ങൾ വീക്കാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര് നക്ഷത്രം വെച്ച് ഈ ഗ്രഹങ്ങളിൽ ബാക്കി ഗ്രഹങ്ങളെല്ലാം കൂടെ ഒത്തൊരുമയോടെ ശക്തിയോടെ പോകുന്നതിന് നവഗ്രഹങ്ങളെ മൊത്തത്തോടെ പ്രീതിപ്പിക്കണം. നവഗ്രഹങ്ങളിൽ ശുക്രനെയും ബുധനെയും അധികം പ്രീണിപ്പിക്കേണ്ട, ശക്തിപ്പെടുത്തേണ്ട എന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഗ്രഹങ്ങൾ സൂര്യശൗര്യമഥേന്തുരുച്ച പദവിയും സന്മംഗളം മംഗള, അതായത് എന്ന പ്രമാണപ്രകാരം നവഗ്രഹങ്ങളെ പത്മമിട്ട് വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം, പഞ്ചഭൂത ശക്തികളെ അതിലാവേശിപ്പിച്ചും കൊണ്ട് ഒരു 12 കൊല്ലം, 24 കൊല്ലം, 36 കൊല്ലം, അങ്ങനെ 12 കൊല്ലത്തെ കണക്കെടുത്ത് അരി, നെല്ല്, ഉഴുന്ന്, പരിപ്പ്, കടല, മുതിര, തുവര, അമര ഇങ്ങനെയുള്ള നവധാന്യങ്ങൾ, അത്തിമുട്ട്, ഇത്തിമുട്ട്, അരയാലും മുട്ട്, പേരാലും മുട്ട്, എള്ളുകെട്, കടലാടി ഇങ്ങനെയുള്ള ഫലപ്രദമായ മുട്ടുകളും ഇവയെല്ലാം വിധിപ്രകാരം താന്ത്രികവിധി അനുസരിച്ച് ഹോമവിധി ചെയ്ത് നവരത്നം ധരിക്കുക. അത് ലോക്കറ്റായും മോതിരമായും ധരിക്കാം. ഇടവിട്ട് ഒരു 12 കൊല്ലം കൂടുമ്പം ഇത്തരം ക്രിയാദികളും കാഠിന്യമനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കണിശമായിട്ടും ഇദ്ദേഹത്തിൻ്റെ സിനിമ ആയിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും 1-2 വിഷയത്തിൽ പോപ്പുലറാവും. അപ്രകാരം ചെയ്ത് ഒക്കെ വിജയിച്ച് വരുമ്പം കത്തൊന്നും അയക്കണ്ട, ഞങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. അതും പ്രകാരമുള്ള പ്രതിവിധികളുമൊക്കെ ചെയ്യും.